അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒട്ടും പ്രതീക്ഷിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദ് റൂമിലേക്ക് കടന്നു വന്നപ്പോൾ ആയിഷ ഒന്ന് ഞെട്ടി. എന്തടി, നിനക്കെന്താ വാതിൽ തുറക്കാൻ ഇത്ര ഒരു പ്രയാസം? ഞാൻ കരുതി ആയിഷയാണെന്ന്. ഓ അങ്ങനെ, നീ എന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ? ഇക്കയല്ലേ പറഞ്ഞത് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. എന്താ അതെ, നിന്നെ അങ്ങനെയൊക്കെ ഒന്ന് ഇടക്ക് പറ്റിക്കണ്ടേ? അല്ല, പിണക്കൊക്കെ മാറിയേ? ഇല്ല. അതെന്താ? ഞാൻ എന്താ സംഭവം പോലും അറിയാതെ എന്നോട് പിണങ്ങ എന്ന് ജസ്റ്റ് എന്നോടൊന്ന് പറയാ, അതുമില്ല. നല്ല ആളാണ് കേട്ടോ നീ. അല്ല, ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എന്താ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അല്ല, ഞാനിപ്പോൾ വന്നത് ഇവിടെ നിൽക്കാൻ വന്നതല്ല, ജസ്റ്റ് നിന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓ, എന്നാൽ പിന്നെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? പിന്നെന്താ വേണ്ടത്? ഒന്നുമില്ലേ, ഞാൻ തിരിച്ചു പോവുകയാണ്. നിന്നൊന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. സത്യമായിട്ടും എനിക്ക് നിന്നോടൊന്ന് കണ്ട് സംസാരിക്കണമെന്ന് തോന്നി. കണ്ടപ്പോൾ സന്തോഷമായി. ഇനിയിപ്പോൾ സംസാരിക്കണം എന്നൊന്നുമില്ല, എന്ന് ഞാൻ പോട്ടെ. ഹബീബ് ഉസ്താദ് ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾ, ഇക്ക എന്താ ഇങ്ങനെ? അല്ല ഇഷ, ഞാൻ ചോദിക്കട്ടെ, 2 ദിവസം നീ എന്നോട് പിണങ്ങി നിന്നിരുന്നല്ലോ. പിണക്കം മാറിയോ എന്നറിയാൻ ഞാൻ ശരിക്കും നിൻ്റെ അരികിലേക്ക് വന്നതാണ്. മാറിയോ നിൻ്റെ പിണക്കം? ഇക്ക പോവണ്ട. അതെന്താ പെണ്ണേ? ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന്. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായി. അവളുടെ മുഖം ചുവന്നു. അവളുടെ കണ്ണുകൾ നിറയുന്നത് അതാ ഉസ്താദ് ശ്രദ്ധിച്ചു. കരയൊന്നും വേണ്ട. ഞാൻ 2 ദിവസം മുമ്പ് തന്നെ നിന്നെ കോള് ചെയ്യുമ്പോഴും വരുമ്പോഴൊക്കെ നീ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുകയോ ഫോൺ എടുക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ. അതിന് കാരണം നീ എന്നോട് പറഞ്ഞതുമില്ല. എന്നാൽ ഇന്ന് നിന്നെ നേരിട്ട് കാണുവാൻ വേണ്ടിയിട്ട് തന്നെ വന്നത്, അല്ലാതെ ഇവിടെ നിന്ന് നിൽക്കാൻ വന്നതല്ല. ഉസ്താദേ, എന്നോട് ക്ഷമിക്കണം. മനസ്സലിഞ്ഞു അല്ലേ? ഞാൻ വിചാരിച്ചു ഇന്നും നീ എന്നോട് പിണക്കത്തിലായിരിക്കും എന്ന് വിചാരിച്ചു. ഇപ്പം സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ ഞാൻ പോകുന്നില്ല. ഐഷു, നീ നിൻ്റെ ഇതുവരെ മനസ്സിലാക്കാത്തതിന് ഞാൻ ഖേദിക്കുന്നു കേട്ടോ. എനിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി നീ എന്നോട് ചെയ്തത്. ഇക്ക സോറി, മാപ്പ്. ആയിക്കോട്ടെ. എന്തിനും നമ്മുടെ ഐഷുവും ഹബീബ് ഉസ്താദും അതാ അവിടെ അവരുടെ സ്വപ്ന ലോകത്തിലേക്ക് കടക്കുന്നു. പിറ്റേ ദിവസം സുബഹിക്ക് മുമ്പായിട്ട് തന്നെ ഉസ്താദ് സ്ഥലം വിട്ടു. ഉമ്മ ചായയും കടിയും ഉണ്ടാക്കി അവരെ വിളിച്ചപ്പോഴേക്കും, ഉമ്മ ഇക്ക് പോയോ? അതെന്താ എത്ര പെട്ടെന്ന്? ചായക്ക് പോലും നിൽക്കൂലല്ലോ. അല്ല, അത് പെട്ടെന്ന് വന്നതായിരുന്നു. ഓ അങ്ങനെ, ആയിക്കോട്ടെ. പിന്നെ സ്കൂളിലേക്ക് പോരണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ആ, എന്തൊക്കെ തന്നെയായാലും ഐഷുവിൻ്റെ മനസ്സിൽ അന്നൊക്കെ സന്തോഷം തന്നെയാണ്. ആശയ്ക്ക് വിളിച്ചു, മോളെ സ്കൂളിൽ പോവല്ലേ? സ്കൂളിൽ പോവാം. ഇപ്പം നീ പഴയ പോലല്ലല്ലോ. സ്കൂളിലേക്ക് വരുമ്പോൾ പഴയ ആ മടിയും ഒരുക്കങ്ങളും അതൊന്നും ഇല്ല. ഇപ്പം കുറച്ച് സ്മാർട്ടായിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ടാവൂലേ? എന്നാലും തലേ ദിവസം ഹബീബ് ഉസ്താദ് എന്നോട് പറഞ്ഞ ആ സർപ്രൈസ് അതെന്തായിരിക്കും? ഐഷുവിനെ ആ ഒരു കാര്യം അറിയാൻ വേണ്ടി ഒരുപാട് തിടുക്കായി. അതെ, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എന്താന്നാവോ? അങ്ങനെ അതാ അന്ന് അവൾ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നു. അസ്സലാമു അലൈക്കും. അതെ, തൻ്റെ കൂട്ടുകാരി കാത്തു നിൽപ്പുന്നുണ്ടായിരുന്നു. വലൈക്കും അസ്സലാം. ഫസ്റ്റ് പീരീഡ് ഷെഫീഖ് ഉസ്താദ് വന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തായി? ഇന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ദിവസമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ എല്ലാവരോടും പഠിച്ചു വരാൻ. ഓക്കെയല്ലേ? എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുട്ടികളെല്ലാവരും ഒന്നടങ്കം പറഞ്ഞു, ആ പഠിച്ചു. അങ്ങനെ അതാ ഷെഫീഖ് ഉസ്താദ് ക്വസ്റ്റ്യൻ ചോദിച്ച് തുടങ്ങുകയാണ്. ഫസ്റ്റത്തെ ഉത്തരം തന്നെ അതാ ആയിഷയോടായിരുന്നു ചോദിച്ചത്. ആയിഷ പറയൂ, എന്തായിരുന്നു അതിൻ്റെ ആൻസർ? പറയൂ, പെട്ടെന്ന് പറയൂ.
ഒരു നിമിഷം ആയിഷ പരിങ്ങലോടെ ഒന്നെഴുന്നേറ്റു. അതെ, തലേ ദിവസം ഉസ്താദ് പഠിച്ചു വരാൻ പറഞ്ഞത് ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. പഠിക്കുവാൻ വേണ്ടി പുസ്തകം മുന്നിലേക്ക് വെച്ചു. എങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദിൻ്റെ മുഖമായിരുന്നു ആ പുസ്തകം നിറയെ. പെട്ടെന്നത് മാറ്റിവെച്ചു. പിന്നെ ഉസ്താദ് വന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ സുബഹിക്ക് പഠിക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തെന്നറിയില്ല, ഒന്നിനും അങ്ങോട്ട് നേരം കിട്ടാത്ത പോലെയായി. എന്താ ഇഷ, ഉത്തരല്ലേ? ഇന്നലെ ഞാൻ അത്രയും ടൈം പറഞ്ഞതാണ് ഇവിടുന്ന് അത് പഠിച്ചു വരണം എന്നുള്ളത്. എന്താ കിട്ടില്ലല്ലേ? അവിടെ നിൽക്ക്. അടുത്ത ആൾ, നെക്സ്റ്റ്. എന്നാൽ തൻ്റെ കൂട്ടുകാരി ആയിഷയ്ക്ക് ആൻസർ കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ ഷംന ഒരു പക്ഷെ പഠിച്ചതാണെങ്കിലും അവളത് ആയിഷയെ പുറത്താക്കുമോ? അറിയില്ല. പാവം, അവൾക്ക് ഉത്തരം അറിയാം. എങ്കിലും അവൾ അത് ഉസ്താദേ, കാര്യമൊന്നും പറയണ്ട, നോ എക്സ്ക്യൂസ്. ചോദിച്ചതിനുള്ള ആൻസർ പറയുക, അതേ ഇവിടെ ഉള്ളൂ. എന്നാൽ അവൾ പഠിച്ചത് കൊണ്ട് തന്നെ അവൾ പറഞ്ഞൊപ്പിച്ചു. ഇജ്ലിസ്. നെക്സ്റ്റ് ഹാദിയ. ഹാദിയക്കും അല്പം ഭയമായിരുന്നു. എങ്കിലും അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓ ഭാഗ്യം. മറ്റേത് എന്താണെന്നറിയോ? ഏതായാലും ആയിഷ മാത്രം അവിടെ നിൽക്കുകയാണ്. ഷെഫീഖ് ഉസ്താദ് ആയിഷയുടെ മുഖത്തേക്ക് നോക്കി. അല്ല ആയിഷ, നിന്നോട് അത്രയും പഠിക്കാൻ പറഞ്ഞിട്ട് നീ എന്താ പഠിക്കാതിരുന്നത്? ഞാൻ നിൻ്റെ ഇക്കാക്കിയൊന്ന് കാണട്ടെ. കുറച്ച് ഉഴപ്പ് കൂടിയിട്ടുണ്ട് കേട്ടോ. എന്തത് കാര്യം? പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ ഞാൻ പറ്റൂ കേട്ടോ. ഇമ്പോഷൻ അത് ഒരു 200 പ്രാവശ്യം നീ എഴുതിക്കൊണ്ട് വരണം ആ ഒരു ആൻസർ. പിന്നെ വടി എൻ്റെ കയ്യിലുണ്ട്. നിന്നെ വടിയെടുത്ത് അടിച്ചാൽ എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം ശരിയാണ്, നിൻ്റെ കുടുംബങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ആങ്ങളെയും ഭർത്താവും ഒക്കെ ആയിട്ട്. അവരാരും എന്നെ ഒന്നും പറയൂല. അവർ അടിച്ചുള്ളി ഉസ്താദിനെ പറയുള്ളൂ. തൽക്കാലം ഇമ്പോഷൻ തമ്മിൽ ഒതുക്കിക്കണ്. നാളെ വരുമ്പോഴേക്കും 200 പ്രാവശ്യം ആ ആൻസറും ക്വസ്റ്റ്യനും അടക്കം എഴുതിക്കൊണ്ട് എന്നെ കാണിക്കണം. എന്നൊരു ക്ലാസ്സിൽ കയറിയാൽ മതി. ശരിക്കും ആയിഷയ്ക്ക് കിട്ടിയ ആ ഒരു പണി അത് കേട്ട് ഹാദിയ ചിരിച്ചു. ബെസ്റ്റ്. ഉഫ്, നന്നായി, അത് നന്നായി. കിട്ടാൻ 1000 കൊടുക്കണമായിരുന്നു. ഇതിപ്പോൾ എന്ത് 250, 200? അത് ഇത്ര കുറഞ്ഞു പോയത്? അതൊരു പാരഗ്രാഫോളമുണ്ട്. അതെ, അവൾ വിചാരം അവൾ വലിയ ഉസ്താദിൻ്റെ ഭാര്യയും കാമുകയും നല്ല പഠിപ്പിസ്റ്റ്. ഇപ്പം എന്തായി? നന്നായി അത്. എന്നാൽ ഷെഫീഖ് ഉസ്താദ് ക്ലാസ് കഴിഞ്ഞപ്പോൾ നേരെ അതാ ഹാദിയയും ടീമും അവളുടെ അരികിലേക്ക് എത്തുന്നു. ചില ആളുകളുണ്ടോ, അവർക്ക് സുന്ദരനായ ഭർത്താക്കന്മാരൊക്കെ കിട്ടിയപ്പോഴേ ബാക്കിയുള്ള ഒന്നും ഓർമ്മയില്ല. നിർത്തിപ്പോയിക്കൂടെ അവർക്കൊക്കെ? എന്തിനാണ് വെറുതെ കോളേജ് കേടെടുത്ത് അവർ വരുന്നത്? അവർക്കൊക്കെ പോയിക്കൂടെ? വെറുതെ വന്ന് സ്വപ്നം കണ്ടിരിക്കാൻ വരിക. ഉസ്താദുമാരൊക്കെ വില കളയാൻ വേണ്ടിയിട്ട്, ഉസ്താദുമാർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കണം, അല്ലാതെ ക്ലാസ്സിലേക്ക് വരില്ല. മറ്റേ കുട്ടികളും കൂടിയും ഓരോന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഐഷുവിനെ ക്ലാസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തന്നെയാണ് അവളുടെ ചിന്ത. അവളെ വിചാരം ആ ഉസ്താദിനെ കിട്ടിയല്ലോ, ഹബീബ് ഉസ്താദിനുള്ള കൈവശം വെച്ചല്ലോ, അവളെ കൈക്കിലാക്കി. ഓളെ വിചാരം ഓൾക്ക് മാത്രം എന്തോ കിട്ടിയ പോലെയാണ്. എന്താന്നില്ലേ? സത്യം പറഞ്ഞാൽ ഐഷുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. അതെ, എന്തെന്നറിയില്ല, ഫിഖ്ഹിൻ്റെ ആ ഭാഗം ശരിക്ക് പഠിച്ചു വരാൻ പറഞ്ഞതായിരുന്നു. അതെ, ഞാനത് പഠിക്കാനെടുത്തപ്പോഴേക്കും എൻ്റെ ഭാഗത്തുനിന്ന് അവ വിട്ടുപോയി. അല്ല പെണ്ണ്, നീ എന്താ പഠിക്കാതിരുന്നത്? ഷംനയുടെ ആ ഒരു വാക്ക് കേട്ട് പഠിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പെട്ടെന്ന്. എന്നാൽ ഹാദിയും ടീമും അവളെ കളിയാക്കിയായിരുന്നു. ഓ പിന്നെ ഉസ്താദിനെ കെട്ടിയപ്പോൾ പഠിക്കാനും നേരമില്ല എന്താന്നില്ലേ? കുറച്ച് കൂടുതലാണ്, ഇത്രയൊന്നും വേണ്ടില്ലായിരുന്നു. എത്രയോ പെൺകുട്ടികൾ ഇവിടെ ആഗ്രഹിച്ചതാണ് ആ ഉസ്താദിനെ. കുറച്ചൊരു എക്സ്ക്യൂസ് കൊടുക്കായിരുന്നു. ഇത് ഒറ്റയ്ക്ക് കിട്ടണം എന്നുള്ള ചിന്തയാണ് അഹങ്കാരി. അവൾ ഒറ്റയ്ക്ക് ആ ഉസ്താദിനെ നേടിയെടുക്കണം എന്നുള്ള ചിന്താഗതി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠനത്തിലൊക്കെ പിന്നിലായി. അതേതായാലും നന്നായി. എല്ലാവരും കൂടി അവളുടെ നേർക്ക് സത്യം പറഞ്ഞാൽ അവളുടെ മുഖമങ്ങ് വല്ലാതെയായി. സാരില്ലടി, അതെ ഇനി പഠിച്ചോണ്ടിട്ടോ. പിന്നെ നമ്മുടെ ഷെഫീഖ് ഉസ്താദിനെ എപ്പോഴും നീയായിരുന്നു എല്ലാത്തിനും ഉത്തരം പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇന്ന് കിട്ടാത്തത് ഷെഫീഖ് ഉസ്താദിന് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിക്കണ്. അതിന് സങ്കടമുണ്ട്. കാരണം നന്നായി പഠിക്കുന്ന കുട്ടി
പെട്ടെന്ന് ഒരു നിമിഷം ഒന്നും കിട്ടാത്ത പോലെ നിൽക്കാന്നൊക്കെ പറയുമ്പോഴേ എന്തായിരുന്നടി സത്യം പറ. ഇന്നലെ ഹബീബ് ഉസ്താദ് വീട്ടിൽ വന്നിരുന്നോ? ഒരു നിമിഷം അവൾ മിണ്ടാതെ നിന്നു. അതുകൊണ്ടൊന്നല്ലടി, ഞാൻ നല്ല മടിച്ചതാണ്. എൻ്റെ പൊന്നാര പെണ്ണേ, നിനക്കത് പഠിച്ചുകൂടായിരുന്നോ? അത് എനിക്ക് ഇന്നലെ ഉസ്താദ് വന്നിരുന്നുല്ലേ? അവൾ ശരിയെന്ന് തലയാട്ടി. വെറുതെ അല്ല. അടുത്ത പീരീഡ് ഹബീബ് ഉസ്താദാണ്. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഹാദിയ പഴയ പോലെ തന്നെ അതാ ഒരുങ്ങി ഇരിക്കുകയാണ്. ഹബീബ് ഉസ്താദ് കടന്നു വന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഇജ്ലിസ്. കൈഫ് ഹാലക്? സൈൻ, അൽഹംദുലില്ലാ. തുടങ്ങല്ലേ ക്ലാസ്? എല്ലാവരും ഓക്കെ അല്ലേ? ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അനാവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കണം. മാത്രമല്ല ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അപ്പോഴന്നെ തീർക്കുക. പിന്നേക്കൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് വിളിക്കേണ്ട ആവശ്യവും വല്ലാതില്ല. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് തന്നെ അത് തീർക്കണം. ഓക്കെ? എല്ലാവരും ഓക്കെ അല്ലേ? ഉസ്താദേ ഓക്കെ. ഹാദിയ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ സിറ്റ് ഡൗൺ. ഓക്കെ, നമുക്ക് പ്രവേശിക്കാം. ഞാൻ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒക്കെ പഠിച്ചു വന്നിട്ടുണ്ടോ? ഇന്ന് പുതിയ പാർട്ട് എടുക്കാം അല്ലേ? ഇന്നലത്തതൊക്കെ ഓക്കെ അല്ലേ? എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ലല്ലോ? ഉസ്താദേ, ഇന്നലെ പഠിപ്പിച്ച ഭാഗങ്ങളെ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നല്ലതായിരുന്നു. ഹാദിയ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അത് പറഞ്ഞു. അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. എന്തൊക്കെ തന്നെ എക്സാമൊക്കെ അടുത്ത് വരികയാണ്. അതിന് മുമ്പായിട്ട് ഒരു എക്സാം അവിടെ നടത്തും. പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴെല്ലാവരും അതിൻ്റേതായ ഉത്തരങ്ങൾ പറഞ്ഞു തരണം. അല്ല ഉസ്താദേ, അതെ, പഠിക്കാത്ത കുട്ടികൾക്ക് എന്താ ശിക്ഷ? ശിക്ഷ നല്ല ചൂരൽ കഷായം ഉണ്ട് എൻ്റെ അടുത്ത്. എന്താ? എനിക്കെൻ്റെ വിദ്യാർത്ഥികളാണ് നിങ്ങൾ. കുട്ടികൾ വലിയ കുട്ടികളാണെന്നോ ചെറിയ കുട്ടികളാണെന്നോ എനിക്കില്ല. എനിക്ക് എൻ്റെ മക്കൾ എല്ലാം ഒരുപോലെ തന്നെയാണ്. പിന്നെ പഠിച്ചു വരാഞ്ഞാൽ ശിക്ഷ അതെന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, എന്നാ ഉസ്താദ് ചോദ്യം ചോദിച്ചോളി. എന്ത് ശിക്ഷ നിങ്ങൾ തരിക? ഹാദിയ പ്ലീസ് സൈലൻറ്റ്. അതൊക്കെ ഞാൻ നൽകിയിരിക്കും. പിന്നെ ഉസ്താദേ, ഒരു നിയമമുണ്ട്. ചോദ്യം ചോദിക്കണമെങ്കിലേ എല്ലാവരോടും ചോദിക്കണം. എല്ലാവരോടും ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം കിട്ടണം. കിട്ടാത്തവർക്ക് നല്ല പെട കൊടുക്കണം. അതാരായാലും ശരി. ഹാദിയയുടെ ആ ഒരു വാക്ക് കേട്ട് ഉസ്താദ് ഒരു നിമിഷം, എന്താ ഹാദിയ? സൈലൻറ്റ് പ്ലീസ്. എന്താ നീ ഇങ്ങനെ? ഞാൻ ചോദിക്കും. ഞാൻ ചിലരോട് മാത്രം ചോദിക്കും. അതെ, എല്ലാവരോടും ചോദ്യം ചോദിക്കുമ്പോഴേക്കും എൻ്റെ ഈ പീരീഡ് കഴിയും. എനിക്ക് പിന്നെ നെക്സ്റ്റ് പാർട്ട് എടുക്കാൻ ടൈം കിട്ടില്ല. ഉസ്താദെ, നിങ്ങൾ ചോദിക്ക് ധൈര്യമായിട്ട്. എന്നാൽ ഉസ്താദ് ക്വസ്റ്റ്യൻ ചോദിക്കൽ തുടങ്ങി. ഒരിക്കൽ പോലും തലേ ദിവസത്തെ ആയിരുന്നില്ല എടുത്തത്. അതിന് മുമ്പത്തെ പോർഷനായിരുന്നു എടുത്തിരുന്നത്. പിന്നെ എക്സാമിന് നമ്മൾ പഠിച്ച ഭാഗം പഠിക്കാത്ത ഭാഗം അങ്ങനെയല്ല. ഞാൻ എടുത്ത ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ക്വസ്റ്റ്യൻ അതാ ഷംനയോടാണ് ചോദിച്ചത്. ഷംന അതിന് ഉത്തരം പറഞ്ഞു. ഇജ്ലിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹാദിയ. പ്ലീസ് ആൻസർ. ഇത് ഇന്നലെ പഠിപ്പിച്ചതല്ലല്ലോ. ഇന്നലെ പഠിപ്പിച്ചോ മിഞ്ഞാന്ന് പഠിപ്പിച്ചതോ അല്ല വിഷയം. ഞാൻ എടുത്ത ഭാഗങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ എക്സാമിന് ഇന്നലെ പഠിച്ച ഭാഗം ഉണ്ടാവുള്ളൂ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു പോർഷൻ ഏതൊക്കെയാണ് അവർ തയ്യാറാക്കും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പഠിച്ച ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്താ ഉത്തരല്ലേ? സത്യം പറഞ്ഞാൽ അവൾ ശരിക്കും ഒന്ന് ഇളിബിയായിപ്പോയി. അല്ല ഹാദിയ, നീയല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആവശ്യപ്പെട്ട്? ഓക്കെ പോട്ടെ. ഇന്നലെ എടുത്ത ഭാഗത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചോദിച്ചു. ഹാദിയ പറയൂ. അതിനും അവൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ല. എന്ത് ശിക്ഷയാണ് ഹാദിയ നിനക്കാൻ തരേണ്ടത്? അടി വേണോ ഇമ്പോസിഷൻ വേണോ? എന്താ വേണ്ടത് നിനക്ക് പറയാം. എല്ലാവരോടും ക്വസ്റ്റ്യൻ ചോദിച്ചില്ലല്ലോ. എല്ലാവരോടും ചോദിക്കാൻ പറ്റില്ല. ചിലരോട് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഉസ്താദേ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങൾ ആയിഷയോട് ക്വസ്റ്റ്യൻ ചോദിച്ചോ? ആയിഷയോടോ? ആയിഷയോട് മാത്രമല്ലല്ലോ, എനിക്ക് ഈ ക്ലാസ്സിൽ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. അവരോട് ആരോടും എനിക്ക് ചോദിക്കാം. ഉസ്താദ് ആയിഷയോട് ചോദിക്ക് ക്വസ്റ്റ്യൻസ്. സത്യം പറഞ്ഞാൽ ഉസ്താദിനോടുള്ള ആ ഒരു പെരുമാറ്റം
ഹാദിയുടെ ആ ഒരു പെരുമാറ്റം അത് തീരെ പിടിച്ചില്ല അവൾക്ക്. ഉസ്താദ് ആയിഷയോട് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അവളോട് ചോദിക്കണം, അതിനുള്ള ഉത്തരമൊക്കെ അവൾ പറയണം. ഹാദിയ കഴിഞ്ഞിട്ട് അത് നിനക്ക് രണ്ടെണ്ണം തന്നിട്ട് ബാക്കി കാര്യം. നേരെ അതാ ഉസ്താദിനെ നേർക്ക് അവൾ കൈ നീട്ടുന്നു. അടിച്ചോളി ഉസ്താദെ, നല്ലോണം അടിച്ചോളി. അവൾ തന്നെ കൈ നീട്ടി പറഞ്ഞു. എന്നിട്ട് വേണം, ഇപ്പോൾ അടിക്കാൻ പറ്റുമോ? അടിക്കാൻ ആഗ്രഹമില്ലായിട്ടല്ല, ഒന്നാമതൊരു തട്ടുത്തരം പറയുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഉസ്താദുമാരോടായാലും മാതാപിതാക്കളോടായാലും അതിൻ്റേതായ രീതിയിൽ പെരുമാറണം. എൻ്റെ ഹാദിയ, കുറച്ച് നിനക്ക് ക്ലാസ് എടുക്കുവാനുണ്ട്. ഇമ്പോസിഷൻ എഴുതിക്കോ. എനിക്ക് കഴിയൂല എഴുതാൻ, എൻ്റെ കൈ കടയും. എന്നാൽ പിന്നെ അടിയാകാം അല്ലേ? അവൾ കൈ താഴ്ത്തിയിരുന്നു. അവൾ പിറകോട്ട് തിരിഞ്ഞു നിന്നു. അടിച്ചോളി ഉസ്താദേ. ഒരു നിമിഷം ഓങ്ങിയ ആ ചൂരൽ ഉസ്താദ് തിരിച്ചെടുത്തു. വേണ്ട, കാരണം കൈകളിൽ അടിക്കുന്നത് വലിയ പ്രശ്നമല്ലായിരിക്കാം, പക്ഷേ ശരീരത്തിൻ്റെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അടി കൊണ്ടു കഴിഞ്ഞാൽ അതൊരു പക്ഷേ അവർ പല രീതിയിൽ വളച്ചൊടിച്ചതൊരു കേസാക്കി മാറ്റാൻ അവർക്ക് എളുപ്പമായിരിക്കും. തൽക്കാലം ഓങ്ങിയ വടി ഉസ്താദ് തിരിച്ചെടുത്തു. അവൾ തിരിഞ്ഞു തന്നെ നിന്നു. എന്ത് ഉസ്താദ്, തല്ലുന്നില്ലേ? ഒന്നുമില്ല, വേണ്ട, തല്ലുന്നില്ല, നീ ഇമ്പോസിഷൻ എഴുതിയാൽ മതി. ഉസ്താദെ, ഞാൻ എഴുതി വരൂല. അവൾ അത് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. ഒരു നിമിഷം ആ ഉസ്താദിന് എന്തൊക്കെയോ ആയിപ്പോയി. പഠിച്ചോനെ, ചില കുട്ടികളെ പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷേ ചില കുട്ടികൾക്ക് വല്ലാത്ത വാശിയായിരിക്കും. ഹാദിയ അല്പം വാശിക്കാരിയാണ്, അവളെ ഒന്ന് ഉപദേശിക്കുക തന്നെ. ഹാദിയ, ഇന്ന് ഇൻ്റർവെല്ലിന് എൻ്റെ അടുത്തേക്കൊന്ന് വരണം. എന്നാൽ അത് കേട്ടപ്പോൾ ഹാദിയയുടെ മുഖം തെളിഞ്ഞു. അവളുടെ മനസ്സ് എന്തൊക്കെയോ സ്വപ്നങ്ങൾ ചിറക് വെച്ചു. എന്നാൽ ആയിഷ ഇത് കേട്ട് ഒരു നിമിഷം സങ്കടപ്പെട്ടു. വേണ്ട, അവൾ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വിദ്യാർത്ഥിയാണ്, എന്നെ പോലെ തന്നെ എന്തെങ്കിലും ഉപദേശം കൊടുക്കുവാനായിരിക്കും, അല്ലാതൊന്നുമല്ല. അവൾ അവളുടെ മനസ്സിനെ സ്വയം പറഞ്ഞ് സമാധാനിപ്പിച്ചു. എടി, ആ പെണ്ണിൻ്റെ വാശി കണ്ടില്ലേ? അല്ലെങ്കിൽ ആ കൈ കാണിച്ചാൽ പോരേനോ? അവൾ കൈ വലിച്ചവൾ പിറകോട്ടാണ് തിരിഞ്ഞു നിന്നത്. അഥവാ എങ്ങനെയെങ്കിലും അടിച്ചു കഴിഞ്ഞാലേ അതൊരു കേസാക്കി മാറ്റാനൊന്നും വലിയ പണിയൊന്നുമില്ല. പിന്നെ ഇമ്പോസിഷൻ എഴുതൂല എന്നും പറഞ്ഞ് വാശിയാണ് അവൾക്ക്. ഉസ്താദ് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് അവൾ റെഡിയാക്കിക്കോളും. എന്തായാലും അവൾ ആഗ്രഹിച്ചതും അതുതന്നെയാണ്. ആ ഉസ്താദിനോട് ഇടപഴകണം, ഉസ്താദിനോട് കുറച്ച് കൊഞ്ചിക്കഴിയണം എന്നുള്ള ചിന്തയാണ് ഓൾക്കുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഓൾ ആഗ്രഹം നടന്നല്ലോ. അന്ന് ഇൻ്റർവെല്ലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഹാദിയ. അതെ, തന്നെ വിളിപ്പിച്ചിരിക്കുന്നു തൻ്റെ ഹബീബ് ഉസ്താദ്. അതെ, ഈ ക്യാമ്പസിലെ ഏറ്റവും സുന്ദരനും സുമുഖനുമായ ഫ്രീക്കൻ ഉസ്താദ് എന്നെ വിളിപ്പിച്ചിരിക്കുന്നു. എന്തിനായിരിക്കും അത്? അവളുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ അങ്ങനെ കടന്നു വന്നു. എന്തൊക്കെ തന്നെയാലും ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് സംസാരിക്കാലോ, അതും വലിയൊരു ഭാഗ്യം തന്നെ. ആയിഷാൻ്റെ വിചാരം ഓൾഡത് മാത്രമാണ് ഉസ്താദ് എന്നാ. എവിടെ, അങ്ങനെയൊന്നുമല്ല. അവൾ ആ ഇൻ്റർവെല്ലിന് വേണ്ടി കാത്തിരുന്നു. പെട്ടെന്നതാ ബെല്ലടിച്ചു. ഹാദിയ പെട്ടെന്ന് അതാ അവിടെ നിന്ന് എഴുന്നേറ്റു. നേരെ അതാ സ്റ്റാഫ് റൂമിലേക്ക് ഓടുന്നു. എന്നാലും ഹബീബ് ഉസ്താദ് എവിടെയായിരിക്കും? അവളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളുമായി അവളതാ പോകുന്നു. എന്നാൽ ഐഷു അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഈ സ്റ്റോറി കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.